Hi dear students, welcome everyone to another class of basic accounting. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനും അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സുമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് സ്റ്റെപ്സ് ഓഫ് അക്കൗണ്ടിങ് പ്രോസസ്സ് അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, വാട്ട് ആർ ദി നാച്ചർ. നമ്മളതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ ആൾമോസ്റ്റ് എല്ലാ കാര്യവും പറഞ്ഞു കഴിഞ്ഞു. ആ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ്, അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈയിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓൺലി ദ ട്രാൻസാക്ഷൻ വിച്ച് ആർ ഇൻ ഫിനാൻഷ്യൽ നാച്ചർ. ഫിനാൻഷ്യൽ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ എഴുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഒരു ബിസിനസ്സിൽ ഒരുപാട് ഡീലിങ്സ് നടക്കും. അതിൽ ഫിനാൻഷ്യൽ നാച്ചറിലുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഫസ്റ്റ് വൺ ഐഡൻറ്റിഫൈങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. സെക്കൻഡ് വൺ മെഷറിങ് ദ ട്രാൻസാക്ഷൻസ്. മെഷറിങ് ദ ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നടക്കുന്ന ഒരു ഡീലിംഗ് ആണ്. ആ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇവൻറ്റ്സിന് എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് മെഷർ ഇൻ ടേംസ് ഓഫ് മണി. അതായത് ആ ട്രാൻസാക്ഷൻ എത്ര രൂപയാണ്. ഫോർ എക്സാമ്പിൾ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ 10,000. 10,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ആദ്യം നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ക്യാരക്ടറാണ്. പിന്നെ അത് മെഷർ ചെയ്യുന്നു ഇൻ ടേംസ് ഓഫ് മണി. 10,000 ആണ് ആ ട്രാൻസാക്ഷൻ. സോ മെഷറിങ് ദാറ്റ് ട്രാൻസാക്ഷൻ. ആൻഡ് തേർഡ് വൺ റെക്കോർഡിങ് ദ ട്രാൻസാക്ഷൻസ്. ഇനി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇത് റെക്കോർഡ് ചെയ്യണം. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതിനുള്ള ഒരു അക്കൗണ്ട് എഴുതുന്നതിന്, അതായത് നേരിട്ട് ഓരോ ദിവസം നടക്കുന്ന ട്രാൻസാക്ഷൻ ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ എന്ന് പറയും. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. എന്താണ് ജേണൽ, എന്താണ് ലെഡ്ജർ എന്നൊക്കെ നിങ്ങൾക്ക് പഠിച്ച് കഴിയുമ്പോൾ പിന്നീട് തിയറി കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇത് എന്താണെന്നൊക്കെ തോന്നും. അപ്പോൾ നമുക്ക് എന്താണ് ജേണൽ, ലെഡ്ജർ എന്നൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പ്രോബ്ലം പഠിക്കാൻ തുടങ്ങുമ്പോൾ പഠിക്കും. അപ്പോൾ ജേണൽ എന്ന് പറയുന്ന ഒരു ബുക്കിലാണ് നമ്മൾ ആദ്യമായിട്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്ലാസിഫൈയിങ് ദ ട്രാൻസാക്ഷൻസ്. അപ്പോൾ നമ്മൾ ജേണലിൽ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു ദിവസം 20 ട്രാൻസാക്ഷൻ ഒരു സ്ഥാപനത്തിൽ നടന്നു. ആ 20ഉം എന്ത് ചെയ്യും, ഡേറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ഇപ്പോൾ 1-ാം തീയതി രാവിലെ ഒരു 10 ട്രാൻസാക്ഷൻ നടന്നെങ്കിൽ ആ ഡേറ്റിൽ അത് എഴുതുന്നു. 2-ാം തീയതി നടക്കുന്നത് 2-ാം തീയതി എഴുതുന്നു. അങ്ങനെ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്കിത് മനസ്സിലാക്കണം ഏതൊക്കെയാണ് ഏതിലൊക്കെയാണുള്ളത്. അപ്പോൾ ഈ ജേണലിൽ നമുക്ക് ഒറ്റയടിക്ക് കണ്ടെത്താൻ പറ്റില്ല ഇത് ഏതിലാണ് വരുന്നത് എന്ന്. അപ്പോൾ അതിന് വേണ്ടി ഇതിനെ ഗ്രൂപ്പാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ക്ലാസിഫൈയിങ് ദ ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഈ ജേണലിൽ നമ്മൾ എന്ത് ചെയ്യും, ഡെയിലി നടക്കുന്നത്, ഇപ്പോൾ വിറ്റത് എഴുതും, വാങ്ങിച്ചത് എഴുതും, ക്യാഷ് കൊടുത്തത് എഴുതും, എല്ലാം എഴുതും. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഇന്ന് എത്ര ക്യാഷ് ബാക്കിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുമ്പോൾ ജേണൽ നോക്കി ഒന്നും മനസ്സിലാവില്ല, കാരണം അതിലെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബുക്ക് ഗ്രൂപ്പാക്കിയിട്ട് ചെയ്യും. അതൊരു സെപ്പറേറ്റ് അക്കൗണ്ടുകളിലാക്കിയിട്ട് ചെയ്യും. അതിന് പറയുന്ന പേരാണ് ലെഡ്ജർ. അപ്പോൾ ക്ലാസിഫൈ ചെയ്യുന്നത് എവിടെയാണ്, ലെഡ്ജർ. അപ്പോൾ ജേർണലിൽ നമ്മൾ ഒരു ദിവസം നടക്കുന്ന ട്രാൻസാക്ഷൻസ് അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് അത് ക്ലാസിഫൈ ചെയ്യുക, തരം തിരിച്ചിട്ട് എഴുതുന്ന ബുക്ക് അക്കൗണ്ടാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് സമ്മറൈസിങ് ദ ട്രാൻസാക്ഷൻസ്. അപ്പോൾ ജേർണലിൽ ആദ്യം എഴുതി, പിന്നെ ഗ്രൂപ്പാക്കിയിട്ട് ലെഡ്ജറിലേക്ക് എഴുതി, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, സമ്മറൈസ് ചെയ്യുന്നു. സമ്മറൈസ് എന്ന് പറയാൻ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റുക. അതായത് എത്ര ഉണ്ടോ ഓരോന്നും, ടോട്ടൽ എത്രയാണ്, ലാഭം എത്രയാണ്, നഷ്ടം എത്രയാണ്, ഇത് ടോട്ടൽ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഫൈനൽ ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് സമ്മറൈസിങ് ദ ട്രാൻസാക്ഷൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റായി തയ്യാറാക്കുക. അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന യൂസേഴ്സിന്, നമ്മൾ പറഞ്ഞു പല യൂസേഴ്സ് ഉണ്ട്, ഗവൺമെൻറ്, പബ്ലിക്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, മാനേജ്മെൻറ്റ്, ഇവർക്കൊക്കെ നോക്കിയാൽ മനസ്സിലാകുന്ന രീതിയിലേക്ക് ഇതിനൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുക. അത് ടോട്ടൽ ചെയ്ത് ഓരോന്നും എത്ര എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. ദാറ്റ് ഈസ് സമ്മറൈസിങ് ട്രാൻസാക്ഷൻസ്. അത് പറഞ്ഞാൽ അതിന് തയ്യാറാക്കുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നൊക്കെ പറയും.
അടുത്തത് അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ ഫിനാൻഷ്യൽ ഡാറ്റ. നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിനെ കുറിച്ചൊരു ആ ബിസിനസ്സിനെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും. അപ്പോൾ അത് അനലൈസ് ചെയ്യുക. യൂസേഴ്സ് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നു, ഒരു നല്ല സൗണ്ട് ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുക. ആ സ്ഥാപനം കഴിഞ്ഞ വർഷത്തിനേക്കാളും ബെറ്ററാണ്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ഇന്ന കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് കുറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നോക്കി അതിൻ്റെ സാമ്പത്തിക സ്ഥിതി, ഇതിന് കുറച്ച് ബാധ്യത കൂടുതലാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രിറ്റ് ചെയ്യാനും സാധിക്കുന്ന അക്കൗണ്ടിങ്ങിലൂടെ. ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഫിനാൻഷ്യൽ ഡാറ്റ ഓർ റിപ്പോർട്ട്സ് ടു യൂസേഴ്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ദാറ്റ് ഫിനാൻഷ്യൽ ഡാറ്റ ഓർ റിപ്പോർട്ട്സ് ടു ദ യൂസേഴ്സ്. നമുക്ക് ഈ ഡാറ്റ എന്ത് ചെയ്യാം, ആവശ്യമുള്ളവർക്ക്, അതായത് നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് യൂസേഴ്സ് ഉണ്ടെന്ന്, അവർക്ക് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൾമോസ്റ്റ് നിങ്ങൾ ഒബ്ജക്റ്റീവ്സ് എടുത്ത് നോക്കിയാലും ഈ ഫീച്ചേഴ്സ്, ഫങ്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് എന്താണ്, സെയിം കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വി ഐഡൻറ്റിഫൈ ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് കണ്ടെത്തുക. ദെൻ മെഷറിങ് ദാറ്റ് ട്രാൻസാക്ഷൻ ഇൻ ടേംസ് ഓഫ് മണി. ആ ട്രാൻസാക്ഷൻ പണത്തിലൂടെയാണെങ്കിൽ അത് എത്രയെന്ന് മെഷർ ചെയ്യുന്നു, അതായത് എത്ര രൂപയാണ് നോക്കുന്നു. ദെൻ റെക്കോർഡിങ് ദാറ്റ് ട്രാൻസാക്ഷൻ, അതിനെ റെക്കോർഡ് ചെയ്യുന്നത് എവിടെ റെക്കോർഡ് ചെയ്യുന്നത്, ജേണൽ. ദെൻ ജേണലിൽ റെക്കോർഡ് ചെയ്ത് നമുക്ക് തരം തിരിക്കണം. ക്ലാസിഫൈയിങ് ദാറ്റ് ട്രാൻസാക്ഷൻസ്, അതെവിടെയാണ് ചെയ്യുന്നത്, ലെഡ്ജർ. അതിനാണ് പറയുക ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ ജേണലും ലെഡ്ജറും തയ്യാറാക്കിയതിന് ശേഷം അത് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് വി പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. അതിന് പറയുന്ന പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതിനാണ് സമ്മറൈസിങ് ദ ട്രാൻസാക്ഷൻസ്. ദെൻ അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ഡാറ്റ. അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറഞ്ഞാൽ യൂസേഴ്സിന് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് ആ റിസൾട്ട് അനലൈസ് ചെയ്യുക, മനസ്സിലാക്കുന്ന രീതിയിലേക്ക് മീനിങ് ഫുൾ ആക്കിയിട്ട് മാറ്റുക. ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഫിനാൻഷ്യൽ ഡാറ്റ ഓർ റിപ്പോർട്ട്സ് ടു യൂസേഴ്സ്. ആ റിപ്പോർട്ട്സ് ആരെ അറിയിക്കുക, ഈ യൂസേഴ്സിനെ അറിയിക്കുക. അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യാറുള്ളത് അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ പബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് പുറത്ത് റിപ്പോർട്ടുകളായിട്ടൊക്കെ അവൈലബിൾ ആവും. അപ്പോൾ ഇതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ്ങിലൂടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്സ് ഓഫ് അക്കൗണ്ടിങ് പ്രോസസ്സ്. സെയിം ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഏത് ചോദിച്ചാലും സെയിം ആണ് കാര്യങ്ങൾ. അപ്പോൾ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അക്കൗണ്ടിങ് പ്രോസസ്സ് നമുക്കറിയാം. ഇതിലെന്താണ്, കളക്ടിങ്, റെക്കോർഡിങ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ്, കമ്മ്യൂണിക്കേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ടു ദ യൂസേഴ്സ് ഫോർ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. നിങ്ങളിവിടെ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എഴുതിയാലും മതി കേട്ടോ. അതായത് അക്കൗണ്ടിങ്ങിന് എന്താ ചെയ്യുന്നത്, ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു ജേണലിൽ, അത് ലെഡ്ജറിൽ ക്ലാസിഫൈ ചെയ്യുന്നു, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റിൽ അത് സമ്മറൈസ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു യൂസേഴ്സിന്. ഞാൻ പറഞ്ഞ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് ഒരു സ്ഥാപനത്തിന്, ഗവൺമെൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, അവർക്ക് വേണ്ട ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിലത്, ഫസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. ഇത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഐഡൻറ്റിഫിക്കേഷൻ നിങ്ങൾ എല്ലാത്തിനും ഒന്ന് പഠിച്ചാൽ തന്നെ മതി കേട്ടോ. എല്ലാത്തിനും സെപ്പറേറ്റ് പഠിക്കണം എന്നൊന്നുമില്ല. ഏത് ചോദിച്ചാലും ഇതൊക്കെ തന്നെയാണ് പറയേണ്ടത്. ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാലും സ്റ്റെപ്സ് ചോദിച്ചാലും ഫങ്ഷൻസ് ചോദിച്ചാലും ഒക്കെ ഇത് എഴുതിയാൽ മതി. ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു ട്രാൻസാക്ഷൻ, അത് റെക്കോർഡ് ചെയ്യുന്നു ജേണലിൽ. ക്ലാസിഫിക്കേഷൻ, അത് ലെഡ്ജറിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ദെൻ സമ്മറൈസിങ്, എവിടെ സമ്മറൈസ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്, ട്രയൽ ബാലൻസ് എന്ന് പറയും. ദെൻ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ, അതായത് റിപ്പോർട്ടുകൾ എന്തായിരുന്നു അസസ് ചെയ്യുന്നു. ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻഫോർമേഷൻ ടു ദി യൂസേഴ്സ്, ആ ഇൻഫോർമേഷൻ യൂസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്സ്. ഇതൊക്കെ വീണ്ടും സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ല. എന്ത് ചോദിച്ചാലും നിങ്ങൾ ആൾമോസ്റ്റ് ഈ ഒരു 6 പോയിൻ്റ് നന്നായി പഠിച്ചാൽ മതി. നിങ്ങളോട് ഫങ്ഷൻസ് ചോദിച്ചാലും സ്റ്റെപ്സ് ചോദിച്ചാലും ഒക്കെ ചോദിച്ചാലും നിങ്ങൾ ഇതന്നെ എഴുതിയാൽ മതി. ഫങ്ഷൻസ് ചോദിച്ചാലും നിങ്ങൾ ഇപ്പോൾ പഠിച്ച ക്യാരക്ടറിസ്റ്റിക്സ് എഴുതിയാൽ മതി. അപ്പോൾ അതും കൂടി ചേർത്തുള്ളൂ കേട്ടോ. ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചാൽ ആ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എഴുതിയാൽ മതി. ഓക്കെ, താങ്ക് യു.